തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ കൈവിട്ട കൊച്ചി കോർപ്പറേഷൻ ഇത്തവണ UDF മികച്ച വിജയത്തോടെ തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. കോൺഗ്രസിന്റെ ഒരു പക്ഷേ UDFന്റെ മേയർ സ്ഥാനാർത്ഥിയായിട്ട് തന്നെ പരിഗണിക്കുന്ന KPCM സെക്രട്ടറി ദീപ്തി മരി വർഗീസ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സ്റ്റേഡിയം വാർഡിലാണ് ദീപ്തി മരി വർഗീസ് മത്സരിച്ചത്. 1000-ലധികം വോട്ടുകളുടെ മികച്ച വിജയമാണ് ദീപ്തി നേടിയത്. ചേച്ചി നമസ്കാരം. വലിയ ഒരു വിജയമാണ് നേടിയത്. കോർപ്പറേഷൻ മാത്രമല്ല, ചേച്ചിയുടെ വാർഡിലും എങ്ങനെ കാണുന്നു? അതെ, ഈ കൊച്ചി നഗരസഭയിൽ ജനങ്ങൾ കോൺഗ്രസിനെയും UDFനെയും ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 5 വർഷത്തെ LDFന്റെ ഭരണം അത് ഈ നഗരജീവിതം ഒരു നരകതുല്യമാക്കി എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ വലിയ വിജയം എന്ന് പറയുന്നത്. LDF കുത്തകയായി ജയിച്ചുകൊണ്ടിരുന്ന പല വാർഡുകളും ഇപ്രാവശ്യം തിരിച്ചു പിടിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു സ്വീപ്പിംഗ് വിജയമാണ് ഇപ്രാവശ്യം UDFന് ലഭിച്ചിരിക്കുന്നത്. ഇത് ജനങ്ങളുടെ വിജയമാണ്, ജനങ്ങൾക്ക് വേണ്ടിയുള്ള വിജയമാണ്. അത് നമ്മൾ നേരത്തെ ഒരു തവണ ഇതേപോലെ കണ്ടപ്പോൾ പ്രചരണത്തിലേക്ക് കണ്ടപ്പോൾ ചേച്ചി വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു തവണ തിരിച്ചു പിടിക്കും എന്നുള്ളത്. അപ്പോൾ ഈ പറയുന്ന ഏതാണ്ട് 10 വാർഡുകളിലെങ്ങാണ്ട് വിമതരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ആ ഭീഷണിയൊക്കെ തന്നെ മറികടന്നുകൊണ്ടാണ് ആ വിജയം നേടിയിരിക്കുന്നത്. ഇപ്പോഴും അപ്പോൾ ജനങ്ങള് ഈ വിമതരെ ഒന്നും തന്നെ പരിഗണിക്കാതെ ആലോചിച്ചുറപ്പിച്ച് LDFനെ തോൽപ്പിക്കണം എന്ന ഒരു ദൃഢനിശ്ചയം എടുത്തുകൊണ്ട് ഇത്തവണ പോളിംഗ് ബൂത്തിലേക്ക് എത്തി വോട്ട് കുത്തിയെന്നാണ് മനസ്സിലാക്കാവുന്നത്. ഈ നഗരത്തിലെ രീതികൾ, ഇടതുപക്ഷം സ്വീകരിച്ച ചില രീതികൾ, ജനവിരുദ്ധ നിലപാടുകൾ, അതിനൊക്കെ അപ്പുറമായിട്ട് സംസ്ഥാന ഗവൺമെന്റിന്റെ ചില നിലപാടുകളും ഇതിൻ്റെ അകത്ത് കാരണമായിട്ടുണ്ട്, വലിയൊരു വിജയത്തിന് കാരണമായിട്ടുണ്ട്. കാരണം ഇപ്പൊ നമുക്കറിയാം, ശബരിമല പോലെയുള്ള വിഷയങ്ങൾ അതും ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോ റിബലുകൾ എന്ന് പറയുന്നത് എന്നോട് ആദ്യം ചോദിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞല്ലോ, അതൊന്നും പാർട്ടിയെ ബാധിക്കില്ല, ഈ തെരഞ്ഞെടുപ്പിൽ ബാധിക്കില്ല. കാരണം ഈ തെരഞ്ഞെടുപ്പ് വളരെ കൃത്യമായി ജനങ്ങൾ കാൽക്കുലേറ്റഡ് ആയിട്ട് വോട്ട് ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും. അത്രയധികം ജനവിരുദ്ധ നയങ്ങളാണ് സംസ്ഥാന ഗവൺമെന്റും അതുപോലെ തന്നെ കൊച്ചി നഗരസഭയും കഴിഞ്ഞ 5 വർഷമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുതിയ ഒരു പദ്ധതി പോലും കൊച്ചി നഗരസഭയ്ക്ക് കഴിഞ്ഞ 5 വർഷക്കാലമായി ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ വലിയ വിജയം. കോൺഗ്രസിന്റെ നേതൃത്വം പറഞ്ഞത് വിമതരെ മറികടക്കാൻ തക്ക ശേഷിയുള്ള ഔദ്യോഗിക സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. ഈ കൊച്ചിയിലും അതിന് ചുമതലയുള്ള VD സതീശനും പറഞ്ഞത് സമാനമായ പ്രതികരണമായിരുന്നു. നേതൃത്വം കൊടുത്തിരുന്നത് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവാണ് കൊച്ചി നഗരസഭയുടെ തെരഞ്ഞെടുപ്പിന്. അത് തീർച്ചയായിട്ടും വലിയ ശക്തിയായിരുന്നു UDFനെ സംബന്ധിച്ച്. അതിലുപരിയായിട്ട് റിബലുകൾ ഒരു തരത്തിലും കോൺഗ്രസിന് ഒരു പ്രയാസമായി വരില്ല എന്നുള്ളത് തുടക്കത്തിൽ തന്നെ ഞങ്ങൾക്ക് അറിയാമായിരുന്നു. കാരണം അത്ര ശക്തമായിട്ടുള്ള പ്രവർത്തനമായിരുന്നു UDFന്റെ ഭാഗത്ത് നിന്ന്, കോൺഗ്രസിന്റെ നേതൃത്വത്തിന്റെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടുള്ള പ്രവർത്തനമായിരുന്നു. ഇതൊരു ടീമിന്റെ വിജയമാണ്. തുടക്കത്തിൽ ഞങ്ങൾ പറഞ്ഞു ടീം UDF എന്ന് പറഞ്ഞു. ടീം UDFന്റെ വിജയമാണ്, ഇത് ജനങ്ങളുടെ വിജയമാണ്. കോർപ്പറേഷനിലെ വിജയം മാത്രമല്ല, ജില്ലയിൽ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ പരമ്പരാഗതമായിട്ട് UDFന്റെ ഒരു കോട്ടയാണ് എറണാകുളം ജില്ല. അവിടെ ഈ ജില്ലാ പഞ്ചായത്തിലൊക്കെ തന്നെ 24-4 എന്നുള്ള നിലയിലാണ് പഞ്ചായത്ത് പിടിച്ചെടുത്തത്. മൊത്തത്തിൽ നോക്കുമ്പോൾ എല്ലാം തന്നെ ബ്ലോക്കിൽ ഉൾപ്പെടെ ബ്ലോക്ക് പഞ്ചായത്തുകൾ നോക്കിക്കഴിഞ്ഞാൽ ഒരെണ്ണം വഴിക്ക് ബാക്കി എല്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളിലും വിജയമ്പോൾ വലിയൊരു ക്ലീൻ സ്വീപ്പ് എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരു വിജയമാണ്. ഇത് സെമി ഫൈനൽ എന്നാണല്ലോ നമ്മൾ പറയാറ്. അപ്പോൾ സെമി ഫൈനൽ ആണെങ്കിൽ ഇത് ഫൈനലിലേക്കുള്ള സ്വീപ്പിംഗ് വിജയമാണ്. ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ്, വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായിട്ടുള്ള ജനങ്ങളുടെ വിധിയെഴുത്താണ് ഇപ്പൊ നടന്നിരിക്കുന്നത്. ഈ കോർപ്പറേഷനിലെ എന്തൊക്കെ ഘടകങ്ങളാണ് പ്രധാനമായിട്ടും LDFന് എതിരായിട്ട് വന്നത് എന്നാണ്? ഒരു പദ്ധതിയും കഴിഞ്ഞ 5 വർഷക്കാലമായി കൊച്ചി നഗരത്തിനില്ല. കൊച്ചി പോലെയുള്ള ഒരു റിസോഴ്സ്ഫുൾ ആയിട്ടുള്ള ഒരു നഗരം, വേൾഡ് മാപ്പിംഗിൽ സ്ഥാനം പിടിക്കേണ്ട ഒരു നഗരം, കൊച്ചിയെ സ്മാർട്ട് സിറ്റി ആക്കാനുള്ള പദ്ധതികളുള്ള ഈ നഗരത്തിൽ എന്ത് പദ്ധതിയാണ് കഴിഞ്ഞ 5 വർഷകാലമായിട്ട് LDF ചെയ്തത്? വലിയ രീതിയിൽ പ്രചരണ സമയത്ത് ചർച്ചയുടെ വിഷയമായിരുന്നു. അവർ പറഞ്ഞിരുന്ന നിരവധി പദ്ധതികൾ കൊണ്ടുവന്നു, ഒരുപാട് വികസന പദ്ധതികൾ കൊണ്ടുവന്നു. അതിന്റെ ബേസിലായിരുന്നു ചർച്ചകൾ നടന്നത്. തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന്റെ 2 ദിവസം മുമ്പ് കൊച്ചിയുടെ മേയർ നിയമലംഘനം നടത്തിയത് നമ്മൾ കണ്ടല്ലോ. ബ്രഹ്മപുരത്ത് ഔദ്യോഗികമായിട്ടുള്ള ബ്രഹ്മപുരം പ്ലാന്റിനകത്ത് കയറി നീ പ്ലാന്റ് ഞങ്ങൾ ഉണ്ടാക്കി എന്ന് പറഞ്ഞ് തെരഞ്ഞെടുപ്പ് പ്രചരണം അതിനുള്ളിൽ നടത്തിയതുണ്ട്. എന്നിട്ട് പോലും ജനങ്ങൾ തിരിഞ്ഞു നോക്കിയില്ല. അപ്പൊ ഈ കാണിക്കുന്ന ഗിമ്മിക്കുകളൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാവും. കൊച്ചി നഗരത്തിലെ ജനങ്ങൾ വളരെ പ്രബുദ്ധരാണ്, രാഷ്ട്രീയ ബോധമുള്ളവരാണ്, ലക്ഷ്യബോധമുള്ളവരാണ്. അവര് ചെയ്തിരിക്കുന്ന വോട്ട് കൃത്യമാണ്. അവരുടെ ലക്ഷ്യം ഇവിടെ നഗരത്തിനൊരു വികസനം ഉണ്ടാകണം എന്നുള്ളതാണ്. വികസിത നഗരം, സുരക്ഷിത നഗരം എന്നാണ് UDFന്റെ മുദ്രാവാക്യം. അതവർ അംഗീകരിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്.